പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശയ്യാ 43:1 കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ പേരും നമ്മുടെ അവസ്ഥകളും എല്ലാം വ്യക്തമായിട്ട് ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് അരുളി ചെയ്യുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ പേര് ചൊല്ലിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിയെ പേര് ചൊല്ലി വിളിക്കണമെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നല്ല അറിവ് ഉണ്ടായിരിക്കണം. ദൈവം നമ്മുടെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ ദൈവം നമ്മെ വ്യക്തിപരമായി അറിയുകയും ദൈവത്തിൻ്റേതാക്കി ചേർക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവം നമ്മെ സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. നാം ഓരോരുത്തരും കർത്താവിന് വിലപ്പെട്ടവരും ബഹുമാന്യരും പ്രിയങ്കരുമാണ് എന്ന് പറഞ്ഞ് നമ്മെ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയുമാണ് ദൈവം ചെയ്യുന്നത്. പാപാന്ധകാരത്തിൽ കഴിയുന്ന മനുഷ്യരെ രക്ഷിക്കുവാനായിട്ടാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം-അധ്യായം 16 പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യരക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കി. നാം ഓരോരുത്തരും യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ പീഡാസഹനത്തിന് ഏൽപ്പിച്ചു തന്നുകൊണ്ട് തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചു. പുത്രനായ യേശു ആകട്ടെ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് കഠിനമായ പീഡകൾ സഹിച്ച് കുരിശുമരണത്തിലൂടെ നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കി. ഉദ്ധാനം ചെയ്ത യേശു ഇന്നും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യേശു നമ്മെ അനാഥരായി വിടുകയല്ല ചെയ്തത്. നിത്യസഹായകനായി പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നാം അനുദിനം ജീവിക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.